മുഖ്യമന്ത്രി തറക്കല്ലിട്ടു. ആരോഗ്യവകുപ്പ് മന്ത്രി വി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ആദ്യം ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ടെൻഡർ ക്ഷണിക്കുക പോലും ചെയ്യാത്ത പദ്ധതിക്ക് ഇന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടു. ശിലാസ്ഥാപനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബദിയടുക്കയിലെ ഉക്കിനടുക്കയിൽ നിർവഹിച്ചു. പണിയേറെ ബാക്കിയാണെങ്കിലും ഈ മാസം 24-ന് മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനാണ് തുറമുഖ വകുപ്പിന്റെ തീരുമാനം. 12-ന് വൈകിട്ട് 4 മണിക്ക് കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് തറക്കല്ലിടൽ ചടങ്ങ് നടക്കുക. മന്ത്രിമാരായ VS ശിവകുമാർ, PK ജയലക്ഷ്മി എന്നിവർ പങ്കെടുക്കും. ഓഗസ്റ്റ് ആദ്യവാരം ക്യാൻസർ സെന്ററിന് തറക്കല്ലിട്ട് 3 വർഷം കൊണ്ട് പണി പൂർത്തീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി VS ശിവകുമാർ പറഞ്ഞു. കോന്നി നെടുമ്പാറയിൽ 2013 ജനുവരി 25-നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടത്. 2 വർഷത്തിനുള്ളിൽ ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രിയും മന്ത്രി അടൂർ പ്രകാശും ജനങ്ങൾക്ക് ഉറപ്പ് നൽകി. എന്നാൽ ഈ പ്രഖ്യാപനങ്ങൾ വെറും പാഴ്വാക്കാണെന്ന് തെളിയിക്കുന്നതാണ് ഇവിടുത്തെ കാഴ്ച. വ്യാഴാഴ്ച മുഖ്യമന്ത്രി തറക്കല്ലിട്ടു കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ തന്നെ നിർമ്മാണം തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. ശിലാസ്ഥാപനം മുഖ്യമന്ത്രി നിർവഹിച്ചു. ഉത്സവഛായയിലായിരുന്നു ചടങ്ങുകൾ. തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശിലാസ്ഥാപനം നിർവഹിച്ചു. വിവാദങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ചെന്ന വിമർശനമുയർന്നെങ്കിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിന് മാറ്റം വരുത്തേണ്ട എന്നാണ് തീരുമാനം. എക്സിറ്റ് പോളിന്റെ കൌണ്ടിംഗല്ല നാളെ നടക്കുന്നത്. UDFന്റെ ഭരണ തുടർച്ച ഉറപ്പ്. എക്സിറ്റ് പോളിന്റെ കൌണ്ടിംഗല്ല നാളെ നടക്കുന്നത്. UDFന്റെ ഭരണ തുടർച്ച ഉറപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മുന്നേറ്റമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിരിക്കുന്നത്. പാർട്ടിക്കും മുന്നണിക്കും ഉത്തരവാദിത്വമാണ്. വലിയ അഭ്യാസിയായ സർക്കസുകാരൻ ജോക്കറിട്ട പഴത്തൊലിയിൽ ചവിട്ടി വീണ് പല്ലുപോയ അവസ്ഥയിലാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ.